കേരള രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയം സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിവാദമാണ്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കാസർകോട്ടെയും മലപ്പുറത്തെയും ജനങ്ങളെ അപമാനിച്ചത് കേരളം കണ്ടതാണ്. എന്നാൽ സജി ചെറിയാൻ ഇന്നത് മാപ്പ് പറയുകയും ചെയ്തു. തനിക്ക് തെറ്റുപറ്റിപ്പോയി നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ സജി ചെറിയാൻ മാപ്പ് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കണിച്ചിക്കുളങ്ങരയുടെ അനിശ്ചിതനായ നേതാവെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പറഞ്ഞത് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും ഉള്ള സത്യം പറഞ്ഞാൽ എന്തിനാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ്. സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചത് തെറ്റായിപ്പോയി, ഞാനായിരുന്നെങ്കിൽ ഖേദം പ്രകടിപ്പിക്കില്ല, രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത്, സത്യം പറഞ്ഞിട്ട് എന്തിനാണ് ഖേദം, സത്യം പറഞ്ഞ സജി ചെറിയാൻ്റെ നിലപാട് ശരിയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. എന്തായാലും ആ വിഷയത്തിൽ സജി ചെറിയാൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞത് നല്ല കാര്യമാണ്. കാരണം മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ രണ്ട് ധ്രുവങ്ങളാക്കി മാറ്റാൻ ആര് തന്നെ ശ്രമിച്ചാലും അതിനെ എതിർക്കപ്പെടണം. താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് മാപ്പ് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അതുതന്നെയാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ വെള്ളാപ്പള്ളിയിലേക്ക് വന്നാൽ, വെള്ളാപ്പള്ളി ഇന്ന് അവിടെ SNDPയിലെ ഭാരവാഹികളുടെ യോഗമെല്ലാം നടന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുമെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആരുമായും ചർച്ച നടത്തും, ആരുമായും ചർച്ച നടത്താൻ ഞാൻ തയ്യാറാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെന്താ, മനുഷ്യരല്ലേ, ലീഗിനും നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായാൽ അവരോടും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എന്തിനാണ് വിരോധം, തെറ്റു തിരുത്തട്ടെ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. SNDP NSS ഐക്യം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നാവായാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. മുഖ്യമന്ത്രിക്ക് കൃത്യമായ സ്വാധീനം വെള്ളാപ്പള്ളി നടേശനിലുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത നാലും കൂടിയ നാൽക്കവലകളിൽ 4 മുളം നീളമുള്ള നാക്കുമായി നാഴികക്ക് 40 വട്ടം തുപ്പുമ്പോൾ അത് കേരളത്തിൻ്റെ മതേതര മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. മതേതര മനസാക്ഷി ഈ വർഗീയ പരാമർശത്തോട് സന്ധി ചെയ്യില്ല എന്ന കാര്യം ഇനിയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഈഴവ നായർ ഐക്യം, ഇത് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ തള്ളിപ്പറയുന്നില്ല. അത്തരത്തിലുള്ള ഐക്യം കേരളത്തിൽ ഉണ്ടാകുന്നതിന് ആരും എതിർക്കുന്നതുമില്ല. പക്ഷേ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ധ്രുവീകരിക്കണമെന്നാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യവും കേരളത്തിന് ഒരു മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്രവുമുണ്ട്. എന്താണ് ആ ചരിത്രവും എന്താണ് ആ പാരമ്പര്യവും എന്നല്ലേ? കേരളത്തിൻ്റെ മണ്ണിൽ നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നവനും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവനും നെറ്റിയിൽ ചന്ദനപ്പൊട്ടണിയുന്നവനുമെല്ലാം ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് തിന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരം തിങ്ങും കേരള നാടിനകത്ത് മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടുമായി 1000 വെള്ളാപ്പള്ളി നടേശന്മാർ ഒന്നിച്ച് ജനിച്ചു ജീവിച്ചാലും അവരെ എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ ധ്രുവീകരണ പ്രസ്താവനയോട് സന്ധി ചെയ്യാൻ കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ പോലും തയ്യാറാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആലി മുസ്ലിയാരുടെയും അയ്യങ്കാളിയുടെയും അർണോസ് പാതിരിയുടെയും ജന്മം കൊണ്ട്, പുണ്യപാത സ്പർശം കൊണ്ട് പുളകിതമായ മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ആ മതേതരത്വത്തിൻ്റെ മതമൈത്രിയുടെ പ്രതീകമായ മണ്ണിനകത്ത് ഇത്തരത്തിൽ നെറികെട്ട നിലപാട് സ്വീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകരുത്. നമുക്കറിയാം, 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശബരിമല സന്നിധിയിലേക്ക് യാത്രയാകുന്ന അയ്യപ്പ ഭക്തൻ എരുമേലി വാവര് പള്ളിയിൽ ചെന്ന് പേട്ടതുള്ളി വാവര് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ആ മതേതരത്വത്തിൻ്റെ പാരമ്പര്യത്തെ കടക്കൽ കത്തിവെക്കാൻ മിസ്റ്റർ വെള്ളാപ്പള്ളി താങ്കൾ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിഷേധത്തിൻ്റെ, പ്രതികരണത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ പടയണി തീർക്കാൻ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും തയ്യാറാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ കമ്മ്യൂണിസം എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ആളുകൾ ചിലപ്പോൾ നോക്കില്ല. കാരണം കേരളത്തിൻ്റെ പാരമ്പര്യം അതാണ്. കേരളത്തിൻ്റെ മതേതര മനസാക്ഷിയുടെ പാരമ്പര്യം. ഓണവും റമദാനും ക്രിസ്മസും ഒന്നിച്ചുണ്ണുന്നവരാണ് മലയാളികൾ. ആ മലയാളികൾക്കിടയിലേക്ക് ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പ് സൃഷ്ടിച്ച ആരു തന്നെ കടന്നു വന്നാലും, അത് വെള്ളാപ്പള്ളി നടേശനായാലും ശരി, ഏതെങ്കിലും ഇസ്ലാം മത പണ്ഡിതനായാലും ശരി, ഏതെങ്കിലും ക്രിസ്ത്യൻ മതപണ്ഡിതനായാലും ശരി, അവർക്കെതിരെ പ്രതിഷേധത്തിൻ്റെ
കേരളത്തിൻ്റെ വാളോങ്ങാൻ അതേ സമുദായത്തിലെ അതേ മതത്തിലെ ആളുകൾ തന്നെ തയ്യാറാകുമെന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാരമ്പര്യം കേരളം ഉള്ളിടത്തോളം കാലം തന്നെ തുടരും.